സൂറത്തു താഹ അവസാന ഭാഗം 128. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫലം യഹ്ദി ലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات لأولي النهى ولولا كلمة سبقت من ربك لكان لزاما وأجل مسمى فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها ومن آناء الليل فسبح وأطراف النهار لعلك ترضى ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى. അവിടെ നിൽക്കട്ടെ. അപ്പോൾ താഹയുടെ അവസാന ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് അന്നേരം തീർക്കണം. എൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ ഒമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക, എൻ്റെ സ്മരണയിൽ നിന്ന് അല്ലെങ്കിൽ എന്നെപ്പറ്റി ഓർക്കുന്നതിൽ നിന്ന് ആരെങ്കിലും ഇറാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവഗണിക്കുക, പിന്തിരിഞ്ഞു പോകുക, തിരിഞ്ഞു നടക്കുക എന്നൊക്കെയാണ്. അപ്പം എന്നെ ഓർക്കുന്ന കാര്യത്തിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു നടന്നാൽ, അവഗണിച്ചു പോയാൽ അവന് ദുരന്തപൂർണമായ ഇടുങ്ങിയ ജീവിതമുണ്ടായിരിക്കും. പരലോകത്ത് കണ്ണുപൊട്ടനായി അവനെ നാം ഹാജരാക്കും. അപ്പോൾ അവൻ ചോദിക്കും, ജീവിതകാലത്ത് എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, എന്തിനാണ് റബ്ബേ എന്നെ നീ കണ്ണുപൊട്ടനാക്കി ഇവിടെ ഹാജരാക്കിയത് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല അവന് മറുപടി പറയും, എൻ്റെ ദൃഷ്ടാന്തങ്ങളും എൻ്റെ കൽപ്പനകളും വന്നപ്പോൾ നീ എന്നെ മറന്നുകളഞ്ഞു, അതുകൊണ്ട് നിന്നെ ഇപ്പോൾ ഞാൻ മറന്നിരിക്കുന്നു എന്ന് പറയും. ആ ആയത്തുകളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്. അപ്പോൾ അള്ളാഹുവിനെ ഓർത്താൽ, കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ ഒരു നബിവചനം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് എന്തൊരു സ്ഥാനമാണ്, അതായത് രക്ഷയുടെ സ്ഥാനത്താണോ ശിക്ഷയുടെ സ്ഥാനത്താണോ നമ്മൾ ഉണ്ടായിരിക്കുക എന്ന് അറിയണമെങ്കിൽ അള്ളാഹുവിന് നമ്മളുടെ അടുക്കൽ എന്ത് സ്ഥാനമാണുള്ളത് എന്ന് നമ്മൾ ഇപ്പോൾ തീരുമാനിക്കണം എന്നാണ്. പരലോകം എന്ന് പറയുന്നത് ഒരു യോഗ്യഭാഗ്യമല്ല എന്നർത്ഥം. രക്ഷപ്പെട്ടെങ്കിൽ കാണാം, പരലോകത്ത് മരിച്ചുപോയിട്ട് സ്വർഗം കിട്ടിയെങ്കിൽ ആയി, അള്ളാഹുവിൻ്റെ സ്വന്തം തീരുമാനമല്ലേ. ചിലരൊക്കെ രക്ഷപ്പെട്ടു പോകും, ചില ആളുകൾ അങ്ങോട്ട് പരാജയപ്പെട്ട് നരകത്തിലാകും. അങ്ങനെയുള്ള ഒരു യോഗ്യഭാഗ്യമല്ല പരലോകം എന്ന് പറയുന്നത്. ഭാവിയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവി കാര്യങ്ങളൊക്കെ യോഗ്യഭാഗ്യത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. നമ്മൾ കോടികൾ മുടക്കി ഒരു കച്ചവടം തുടങ്ങുകയാണ് ഇന്നെങ്കിൽ പോലും എന്താവുമെന്നറിയില്ല, ഇല്ലേ?
ഒരു മാസം കൊണ്ടും 2 മാസം കൊണ്ടും പൂട്ടിപ്പോകുന്ന എത്രയോ കച്ചവടക്കാരുണ്ട്. നമ്മളെ ഭാഗ്യമനുസരിച്ചിരിക്കും. അതുപോലെ ഏതൊരു കാര്യത്തിലാണെങ്കിലും പടച്ചോൻ ഭാഗ്യം തന്നാൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അത് നിർഭാഗ്യത്തിലായിപ്പെടും, അപകടത്തിൽപ്പെടും എല്ലാ വിഷയങ്ങളും. അതുപോലെ തന്നെ ഒരു ഭാവി കാര്യമാണ് പരലോകം എന്ന് പറയുന്നത്. ഗൈബിയായ ഒരു കാര്യമാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഗൈബിയായതാണെങ്കിൽ പോലും അതിൻ്റെ ഭാഗ്യവും നിർഭാഗ്യവും അതിങ്ങനെ നമ്മൾ ഒരു കച്ചവടം തുടങ്ങിയ പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് പോയതുപോലെ അല്ല. അത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. നമ്മൾക്ക് പരലോകത്ത് ഭാഗ്യം കിട്ടണോ, ഇന്നപ്പം നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. പ്രവർത്തിച്ചാൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിമുട്ടി നഷ്ടപ്പെടും എന്ന് നമ്മൾ വിചാരിക്കണ്ട. പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഞാൻ രക്ഷപ്പെടും എന്നും വിചാരിക്കണ്ട. അതാണ് മൻ അഹബ്ബ അൻ യഅരിഫ മൻസിലത്തഹു ഇൻദല്ലാഹി ഫൽ യഅരിഫ് മൻസിലത്തല്ലാഹി ഇൻദഹു. അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ പരലോകത്ത് എൻ്റെ സ്ഥാനം എന്താണെന്നറിയാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഹലോകത്ത് അള്ളാഹുവിന് അവൻ നൽകുന്ന സ്ഥാനം അവൻ മനസ്സിലാക്കട്ടെ. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിലും കാര്യങ്ങളിലും വാക്കിലും പ്രവൃത്തിയിലും ഇടപാടുകളിലും ബന്ധങ്ങളിലൊക്കെ അള്ളാഹിൻ്റെ സ്ഥാനം എന്താണ്, നമുക്ക് അള്ളാഹ് കൊടുത്ത സ്ഥാനം, അള്ളാഹ്ക്ക് കൊടുക്കുന്ന സ്ഥാനം എന്താണ്, അത് നമ്മൾക്ക് മനസ്സിലായാൽ ആ സ്ഥാനം നല്ലൊരു സ്ഥാനത്താണ് അള്ളാഹ്ക്ക് സ്ഥാനം കൊടുത്തതെങ്കിൽ പരലോകത്തും നമുക്ക് അള്ളാഹു തആല നല്ല സ്ഥാനം തരും. അതാണ് ഒമൻ ഖാൻ, അതിൻ്റെ മറുവശമാണിത്. ഒമൻ ഖാന ഫീ ഹാദിഹി അഅ്മ ഫഹുവ ഫിൽ ആഖിറത്തി അഅ്മ വ അളല്ലു സബീല. ഇഹലോകത്ത് പൊട്ടനായി ജീവിച്ചാൽ പരലോകത്തും പൊട്ടനായിരിക്കും. ഇഹലോകത്ത് കണ്ണുണ്ടായിക്കൊണ്ട് ജീവിച്ചാൽ പരലോകത്തും അവന് സ്വർഗം കാണാം, അള്ളാഹുവിനെ കാണാം, ലിഖാഉള്ള കിട്ടും, അവന് സൽക്കർമ്മവും അവൻ്റെ കർമ്മങ്ങളുടെ പ്രതിഫലവും കാണാം. അപ്പോൾ ഇവിടെയാണ് ഇറാദ്. എന്താണ് ഇറാദ്? അവഗണിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഓനെ കണ്ടപ്പോൾ ഞാൻ ആ റോട്ടിൻ്റെ മറുഭാഗത്ത് കൂടിയാണ് പോയാണ്ട് അവഗണിച്ചു. അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ പോരുമ്പോൾ അവങ്ങനെ കൈ കാണിക്കുമ്പോൾ ഞാൻ കണ്ട് തിരിഞ്ഞൊന്നു അവഗണിച്ചു. അങ്ങനെ അവഗണന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് അനുഭവമുള്ളതും അറിയുന്നതുമാണ്. എന്നാൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ അള്ളാഹുവിൻ്റെ ദിക്ർ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്. അതായത് അൽ ഇഹ്തിമാമു ബിൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിന് അമിതമായ പ്രാധാന്യം നൽകുക, അതാണ് ഇഹലോക ജീവിതം പ്രാധാന്യം വേണ്ട, അതാണ്ട് നിസ്സാരമാക്കി തള്ളി പരലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ചാൽ മതി എന്നൊരിക്കലും നമ്മളോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. ഇഹലോക ജീവിതത്തിന് വേണ്ടി നന്നായി അധ്വാനിക്കാനും പണിയെടുക്കാനും നേടാനും ആ സമ്പാദിച്ച് അത് പാവങ്ങൾക്ക് അതിൻ്റെ വിഹിതം കൊടുക്കാനും നാട്ടിൽ നന്മയുണ്ടാക്കാനും ഒക്കെ നമ്മളോട് അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഒരു പട്ടിണിപ്പായരായിട്ട് ജീവിച്ച് കീറിപ്പറഞ്ഞ് ആടിപ്പാടി ഒന്നുമില്ലാതെ ജീവിച്ചിട്ടാണ്ട് പരലോകത്ത് കണ്ട് പോയി കിട്ടിയാൽ മതി, ഇവിടെ ഒന്നും വേണ്ട എന്നതല്ല. നേരെ മറിച്ച് ഇത് നമ്മൾ ഇവിടെ ഭംഗിയായി നന്നായി ജീവിക്കുക തന്നെ വേണം. പക്ഷേ പരലോകത്തെക്കാളും ഇതിന് പ്രാധാന്യം നൽകരുത് എന്ന് പറഞ്ഞാൽ ഇഹലോകം നമ്മൾ സമ്പാദിക്കുമ്പോൾ പരലോകം കേടുവരുത്തി കൊണ്ട് ആയിക്കൂടാ. ഇഹലോകത്ത് നമ്മൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ പരലോകത്തെ സ്ഥാനം ഒഴിവാക്കിക്കൊണ്ടായിക്കൂടാ. ഇഹലോകത്ത് നമ്മൾ സുഖജീവിതം അനുഭവിക്കുമ്പോൾ പരലോകത്തെ സുഖത്തിന് തടസ്സമായിട്ടുള്ള സുഖജീവിതം നമുക്ക് അനുഭവിച്ചുകൂടാ. അപ്പോൾ എപ്പോഴും ഇഹലോകത്തിന് അൽ ഇഹ്തിമാമു ബിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്ന് പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ ദിക്റിനെ, അള്ളാഹുവിനെ അവഗണിക്കുക, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം അവഗണിക്കുക എന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്കതിൽ ഇത്ര മതി. ഭൗതിക ജീവിതവും ഒക്കെ നമുക്ക് വേണം. പക്ഷേ റബ്ബന ആത്തിന ഫിദ്ദുന്യാ ഹസനത്തൻ, ദുന്യാവിൽ നമുക്ക് ഹസനത്ത് വേണം. നബി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നബി ദ്വാരുന്ന ദ്വായിൽ ഒന്നാമത്തേത് ദുന്യാവിൽ ഹസനത്ത് കിട്ടണം എന്ന് തന്നെയാണ്. ദുന്യാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ല ജീവിതവും സുഖവും നല്ല മാന്യതയും നല്ല ആരോഗ്യവും മനസമാധാനവും ഒക്കെ തന്നെയാണ് നബി റബ്ബന ആത്തിന ഫിദ്ദുന്യാ ഹസന ഏറ്റവും കൂടുതൽ ദ്വാരുന്നത്. എന്നാൽ വഫിൽ ആഖിറത്തി ഹസനത്തൻ, ആഖിറത്തിലുള്ള ഹസനത്തും നബി പറഞ്ഞു
അദാബുന്നാറിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ദുന്യാവിലെ ഹസനത്തിന് വേണ്ടി നമ്മൾ പാടുപെടുമ്പോൾ അദാബുന്നാറ് വാങ്ങുന്ന, നരകശിക്ഷ വാങ്ങുന്ന തരത്തിൽ ദുന്യാവിലെ ഹസനത്ത് നമുക്കുണ്ടാവരുത്. അപ്പോൾ ദുന്യാവിന് നമ്മൾ അമിതമായ പ്രാധാന്യം നൽകിയാൽ ആഖിറത്തിനെ അവഗണിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ തോന്നും, അപ്പോൾ ചെറുപ്പക്കാരല്ലേ, ഇപ്പോൾ ചെറുപ്പകാലത്ത് അങ്ങനെയൊക്കെ ആവാം, കുറച്ചൊക്കെ വയസ്സാവുമ്പോൾ വല്യപ്പാൻ്റെയും ബാപ്പാൻ്റെയൊക്കെ പ്രായമാകുമ്പോൾ ഇനി പള്ളിക്കൊക്കെ ഒന്ന് പോയി അവിടെ ചെന്നൊരു മര്യാദയ്ക്ക് ജീവിക്കാമെന്ന്. അതിനാരുണ്ട്, ആർക്കറിയാം അങ്ങനെ ഒരു ആയുഷ്കാലം നമുക്ക് കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ ദുന്യാവിന് പ്രാധാന്യം കൊടുക്കണം, ആഖിറത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കരുത്. അതാണ് ഈ ഇറാദ് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തേത്. രണ്ടാമത്തേത് തഫ്കീറുൽ മുസ്ലിം ഇന്നൽ ഇസ്ലാമ മുജറദു ഇബാദാത്തിൻ. വ്യാഖ്യാതാക്കൾ പറയാണ്, അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക ജീവിതം, മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചില ഇബാദത്ത് മാത്രം ചെയ്തിങ്ങനെ ജീവിക്കുക എന്നുള്ളതാണെന്ന ചിന്ത ഒരാൾക്കുണ്ടായാൽ അള്ളാഹുവിൻ്റെ ദിക്റിനെ അവഗണിക്കുന്നതിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഇബാദത്ത് നിസ്കരിക്കണം, എന്നാൽ നമസ്കാരം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കേണ്ട സ്വഭാവ ഗുണങ്ങളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അതവൻ ചിന്തിക്കണില്ല. നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം, ഫർദ് നിസ്കരിക്കണം, രാത്രി നിസ്കരിക്കണം. പക്ഷേ ആ നമസ്കാരം അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരണം, അവൻ്റെ ഇടപാടുകളിൽ സത്യസന്ധമായ മാറ്റങ്ങൾ വരണം, അവൻ്റെ മറ്റു വ്യവഹാരങ്ങളിൽ മാറ്റങ്ങൾ വന്നാലേ ആ നമസ്കാരം കൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ അതല്ലേ ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, അപ്പം നമസ്കരിക്കുന്നുണ്ട് എന്നതിൻ്റെ മറവിൽ ജീവിതത്തിൽ തിന്മകൾ ചെയ്യുന്നത് അള്ളാഹുവിനെ അവഗണിക്കുന്നതിന് തുല്യമാണ്. കാരണം അള്ളാഹുവിനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തിന്മ ചെയ്യാൻ അറിയാതെയും അബദ്ധവശാലും തെറ്റായ കാര്യങ്ങൾ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് വരിക എന്നതൊഴിച്ചാൽ ബോധപൂർവമായ തിന്മകൾ മനുഷ്യൻ ചെയ്യൂല. പക്ഷെ ആളുകളൊരു പൊതുവെ ധാരണ എന്താ വെച്ചാൽ, നിസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, നോൽമ്പുണ്ട്, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് ജീവിതത്തിൻ്റെ ഒരു വശം. എന്നാൽ ആ ജീവിതത്തിൻ്റെ ഒരു മറുവശത്ത് മറ്റു വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും അതുമുണ്ട്. ഇന്നത്തെ ഒരു ജീവിതത്തിലുള്ള മനുഷ്യൻ്റെ ഒരവസ്ഥ അങ്ങനെയാണ്. ഒരു വശത്ത് എല്ലാം ഉണ്ട്, ഇബാദത്തുണ്ട്, പള്ളിയൊക്കെ നിറഞ്ഞിട്ടുണ്ട്, ദീനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവൻ്റെ ജീവിതത്തിൻ്റെ മറുവശത്ത് അത് മോശപ്പെട്ട പലതും കാണുന്നുണ്ട്, മോശപ്പെട്ട നിലക്ക് സമ്പാദിക്കുന്നുണ്ട്, മോശപ്പെട്ട നിലക്ക് ജനങ്ങളോട് പെരുമാറുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും തെറ്റായ കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. അതൊരു പക്ഷേ ആരും അറിയണമെന്നില്ല. അത് നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും ഹജ്ജിൻ്റെയും മറയിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ജീവിതം അള്ളാഹുവിനെ അവഗണിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറും ഇബാദത്തല്ല, ആ ഇബാദത്തിൻ്റെ ഗുണവും അതിൻ്റെ മെച്ചവും അതുകൊണ്ടുണ്ടാവുന്ന സ്വഭാവ മാറ്റങ്ങളും ജീവിതത്തിൽ കാണുക എന്നാണ് ഇസ്ലാം. വെറും ഇബാദത്ത് ചെയ്യൽ മാത്രമല്ല. റുബ്ബ മുസല്ലിൻ ലം തക്കുൻ മിൻ ലഹു മിൻ സലാത്തിഹി ഇല്ലാ തുസ്ഉഹു ഔ സുമുനുഹു ഔ സുബുഹു എന്ന് തുടങ്ങി നബി ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. എത്ര ആൾക്കാർ നിസ്കരിക്കലുണ്ട്, നിസ്കാരത്തിൻ്റെ 9 അംശം പോലും, ഉശുറുഹു 10 പോലും ഓന് ആ നിസ്കാരം കൊണ്ട് ഓന് ഗുണം കിട്ടൂല. വെറും നിസ്കരിച്ചു പോയി, അതിന് 10 മെച്ചം കിട്ടിയില്ല. ചില ആൾക്ക് 9 മെച്ചം കിട്ടിയില്ല, നിസ്കരിച്ചിട്ടുണ്ട് 9 പോയി. എങ്ങനെ? ആ നമസ്കാരത്തിൻ്റേതായ, നിസ്കാരത്തിൻ്റെ കാര്യമാണ് നബി പറഞ്ഞത്, അത് എല്ലാ ഇബാദത്തിലും അങ്ങനെ തന്നെയാണ്. അതിൻ്റേതായ ഒരു സ്വഭാവവും മെച്ചവും ഭക്തിയും ജീവിതനിഷ്ഠയും ഇല്ലാതെ വെറും ജീവനില്ലാത്ത ആരാധനകൾ, ജീവനില്ലാത്ത ജീവിതത്തെ സ്വാധീനിക്കാത്ത ആരാധനകൾ, അത് അള്ളാഹുവിനെ അവഗണിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് നമ്മൾ നിസ്കാരത്തിൽ പറയേണ്ടത്. ഞാൻ എൻ്റെ ജീവിതവും മരണവും നിസ്കാരമൊക്കെ ആരാധനാകർമ്മങ്ങളൊക്കെ പഠിച്ചു അള്ളാഹുവിനാണ് എന്ന് അള്ളാഹുവിനോട് സ്വകാര്യമായി പറയണം. ഇമാം അത് പറഞ്ഞിട്ട് നമ്മൾ ആമീൻ പറയല്ല. ഇമാമ് ഉറക്കെ പറഞ്ഞ് നമ്മളത് കേട്ട് ആമീൻ പറയുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഒറ്റക്കൊറ്റക്ക് ചൊല്ലുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു നിഷ്ഠയില്ലായ്മയാണ് രണ്ടാമതായി ഇറാദ് എന്ന് പറയുന്നതെന്ന് വ്യാഖ്യാതാക്കൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. മറ്റൊന്ന് അദ്മു ശുക്രി ലില്ലാഹി ബിമാലിഹി വനഫ്സിഹി വഇൽമിഹി.
അള്ളാഹുവിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാതിരിക്കുക, അതൊരു അവഗണിക്കുന്നതിന് തുല്യമാണ്. എനിക്കൊരുപാട് നല്ലത് ചെയ്തു തന്നു, നിങ്ങളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ അതിനല്ലേ അവഗണന? അപ്പോൾ അള്ളാഹു നമുക്ക് സമ്പത്ത് തന്നു, സമ്പത്ത് തന്നിട്ട് അതിന് നന്ദി കാണിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ നിഅമത്തിനെ അവഗണിക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ നന്ദി ഫറളായ നന്ദി സക്കാത്താണ്, അത് നമ്മൾ ചെയ്യണം. അതുപോലെ അതിൻ്റെ സുന്നത്തായ ഐച്ഛികമായ നന്ദികളുണ്ട്. എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റാതെ, നമ്മുടെ സമ്പാദ്യത്തിനും നമ്മുടെ ജീവിതത്തിനും അപകടവും പരിക്കും പറ്റാതെ പല ആളുകളെയും നമുക്ക് സഹായിക്കാൻ കഴിയും. നമ്മളെപ്പോഴും ഈ ദാനധർമ്മത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മുടെ ഒരുപാട് ബലാഹുകൾ, നമ്മുടെ ജീവിതത്തിലെ ബലാഹുകൾ, മുസീബത്തുകൾ, ആപത്തുകൾ ഒഴിവാകുന്ന കാര്യമാണ് ദാനധർമ്മം. നമുക്കൊരു പക്ഷേ ഒരു 1000 ഉറുപ്പികയോ 2000 ഉറുപ്പികയോ അങ്ങനെയാണ് കയ്യിൽ നിന്ന് പോയാൽ അത്ര ഒരു വേദനയും പ്രയാസവും ഉണ്ടാവണം എന്നില്ല. ഒരു ചെറിയ സംഖ്യ ആയിരിക്കാം, ഒരാൾക്ക് 2000 ഉറുപ്പ്യ അല്ലെങ്കിൽ ഒരു 5000 ഉറുപ്പ്യ. പക്ഷെ അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു തൂണെന്നെ സ്ഥാപിക്കാൻ അവന് സാധിക്കും, ഒരാളെ നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കുകയാണെങ്കിൽ. 2000 5000 ഒന്നും വേണ്ട, ചിലപ്പോൾ ഒരു 50 ഉറുപ്പ്യ കൊടുത്താൽ തന്നെ അവൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യുക. ഫർളായത് മാത്രം കൊടുക്കുക എന്നതല്ല, സുന്നത്തായാലും അള്ളാഹ് നമുക്ക് ഫർളായത് മാത്രമല്ലല്ലോ തരേണ്ടത്. അതായത് നമുക്ക് അത്യാവശ്യം നീച്ചെടുക്കാനുള്ള ആരോഗ്യം, അത്യാവശ്യം കഞ്ഞി കുടിക്കാനുള്ള വകയല്ലല്ലോ അള്ളാഹ് പലർക്കും കൊടുത്തിട്ടുള്ളത്, എത്രയോ ഇരട്ടി കൊടുത്തക്കണില്ലേ. അപ്പോൾ അള്ളാഹ്ക്ക് ആ ഫർളായ 2.5% മാത്രം കൊടുത്താൽ ധർമ്മം കൊടുത്താൽ പോരാ, കുറച്ചും കൂടിയൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴാണ് അള്ളാഹുവിനോടുള്ള യഥാർത്ഥ നന്ദിയായി മാറുക. അതുപോലെ തന്നെ തൻ്റെ ശരീരം കൊണ്ട് നമുക്ക് പല ആളുകൾക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. അത് നമ്മളെ കുടുംബത്തിന് തന്നെ, നമ്മളെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ അലക്കുമ്പോൾ നമുക്കൊന്ന് അലക്കി കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഭാര്യമാരുടെ, അവിടുത്തെ ഭാര്യമാർക്ക് വസ്ത്രം, പുതപ്പുകൾ അലക്കി കൊടുത്തിരുന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൊടുക്കാം, വീട്ടിൽ ചില അത്യാവശ്യം ജോലികളൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാം. നമ്മളെ ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഒരു പണി അതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുക, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ജോലികൾ ചെയ്തു കൊടുക്കുക, മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുക. അപ്പോൾ ശരീരം അല്ലാഹു തആല ശരീരത്തിൻ്റെ മിടുക്കും ആരോഗ്യവും തിന്മക്കും വേണ്ടാത്തതിനും ഉപയോഗപ്പെടുത്താതെ നല്ലതിന് ഉപയോഗപ്പെടുത്തുക, നാട്ടിൽ എന്തെങ്കിലും നന്മയുണ്ടാകാൻ വേണ്ടി നമ്മളെ ശരീരവും മിടുക്കും ആരോഗ്യവും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനെ പരിഗണിക്കുന്നതിനർത്ഥം. പഠിച്ചോൻ എനിക്ക് ആരോഗ്യം തന്നു, എന്നാൽ എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാൻ ഓനും കുറച്ച് കൊടുക്കട്ടെ, അതിന് കുറച്ചെടുത്ത് കൊടുക്കട്ടെ, അതാണ് പരിഗണന. നേരെ മറിച്ച് അള്ളാഹ് എനിക്ക് ആരോഗ്യം തന്നത് എൻ്റെ ആവശ്യത്തിനല്ലേ, എനിക്കെന്തിനാ ഓന ചുമട് പിടിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ ഓൻ്റെ കൈ പിടിച്ചു കൊടുക്കണം, എന്തിനാ? അതല്ല. അപ്പോൾ അവിടെയാണ് മാല് കൊണ്ടുള്ള ശുക്ർ എന്ന്, ബദന് കൊണ്ടുള്ള ശുക്ർ, പിന്നെ ഇൽമ് കൊണ്ടുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എനിക്ക് ചില കാര്യങ്ങളൊക്കെ വിവരം തന്നിട്ടുണ്ട്. അതുപോലെ ആലിമായി ഒരു പണ്ഡിതൻ എന്നുള്ള അർത്ഥത്തിലല്ല, നമുക്കത് ശരിയല്ല, ഓൻ ചെയ്തത് ശരിയല്ല, അതുകൊണ്ട് ഓനോട് പറഞ്ഞു കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ ഇങ്ങനെ ആവാൻ പാടില്ല, ഈ അത് പറയാൻ പാടില്ല, അത് ശരിയല്ല, നീ ചെയ്യുന്ന രീതി ശരിയല്ല. നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് നമുക്ക് അറിയുന്ന കാര്യത്തിൻ്റെ സക്കാത്താണ്, ഇൽമാണ്. അതുപോലെ ഓരോരുത്തർക്കും ഒരു 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 ഡോക്ടർക്ക് ഒരുപാട് അല്ലാഹു തആല അനുഗ്രഹം നൽകിയിട്ടുണ്ട്, വൈദ്യശാസ്ത്രം എന്നുള്ളത്. കുറച്ചൊക്കെ ആളുകളെ അങ്ങനെ ആവരുത്, ഇങ്ങനെ ആവരുത്, നല്ല ഉപദേശം കൊടുക്കുക, കുറച്ചൊക്കെ എന്തെങ്കിലും വല്ല മരുന്നൊക്കെ ഓന് കൊടുക്കുക, ഓനൊന്ന് പറഞ്ഞു കൊടുക്കുക. എല്ലാതും ഒരു ചീട്ട് എഴുതിയാൽ അതിനൊക്കെ കൃത്യമായി ഇത്ര സംഖ്യ കിട്ടണമെന്ന് വിചാരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. മനുഷ്യന്മാരെ തൻ്റെ അറിവ് കൊണ്ട് സഹായിക്കുക, തൻ്റെ കഴിവുകൊണ്ട് സഹായിക്കുക. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ഒരുപാട് ആളുകളെ നല്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞ് സഹായിക്കാനും ഉപദേശിക്കാനും ഗുണദോഷിക്കാനും കഴിയും. അത് ഇല്ലെങ്കിൽ അള്ളാഹ് തന്ന നിഅമത്തിൻ്റെ എതിരാണ്, അവഗണിക്കുകയാണ്, ഏറാളാണ്. മറ്റൊന്ന് തൂലുൽ അമൽ, കൂടുതൽ കാലം വെറുതെ ദീർഘമായ പ്രതീക്ഷകൾ ഉണ്ടാകുക. തൂലുൽ അമൽ എന്ന് പറഞ്ഞാൽ ലൗകാന ലിബ്നി ആദമ വാദിയം മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയാനി വലൻ യംലഅ ഫാഹു ഇല്ല തുറാബ് വയതൂബുല്ലാഹു അലാ മൻ താബ് എന്നൊരു വചനം കാണാം. ഒരു മനുഷ്യൻ അല്ലാഹു തആല ഒരു താഴ്വര നിറയെ സ്വർണം കൊടുത്താലും അവൻ്റെ ആഗ്രഹം തീരുകയില്ല.
അവന് രണ്ടാമതൊരു താഴ്വരയും കൂടി കിട്ടിയാൽ എന്ന് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അവൻ്റെ വായയിൽ മണ്ണ് മൂടുന്നത് വരെ അവൻ്റെ ആഗ്രഹം തീരുകയില്ല. എന്നാൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ്റെ പശ്ചാത്താപം അള്ളാഹ് സ്വീകരിക്കുകയും ചെയ്യും. ഇതാണൊരു തൂലുൽ അമൽ. അതായത് വല്ലാത്ത അമിതമായ ആർത്തിയും പ്രതീക്ഷയും ജീവിതത്തിൽ നമ്മൾ വെച്ച് പുലർത്താതിരിക്കുക. അമിതമായ ആർത്തിയും പ്രതീക്ഷയും നമുക്ക് വേണം, കിട്ടണം, നേടണം. പക്ഷേ നേടണം അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ജീവിതമില്ല, നമുക്ക് ഊണുമില്ല, ഉറക്കമില്ല, കുട്ടികൾക്ക് വാപ്പനോടൊന്ന് വർത്തമാനം പറയാനും നേരമില്ല, ഭാര്യയായിട്ടൊന്ന് സംസാരിക്കാനും വീട്ടുകാര്യം പറയാനും നേരമില്ല, മര്യാദക്ക് കിടന്നുറങ്ങാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും നേരമില്ല. ആർത്തി പൂണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അല്ല മതി, അതൊക്കെ അത് മതിയായിട്ടല്ല, എന്നാലും അത്യാവശ്യത്തിനുണ്ടല്ലോ എന്ന ഒരു ജീവിതം അള്ളാഹു നൽകിയ അനുഗ്രഹത്തിനോടുള്ള നന്ദി അതാണ് എന്നാണ് ഖനാഅത്ത് എന്നാണ് അതിനെ പറയുന്നത്. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ലാ തമുദ്ദൻ ഇനി വരുന്നുണ്ട്, അത് ഇതിൽ തന്നെ വരുന്നുണ്ട്. അതായത് വലാ തമുദ്ദൻ ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി എന്നുള്ള ആയത്ത് പറയുന്നത് അതാണ്. അതായത് നമ്മളെക്കാളും എപ്പോഴും കൂടുതൽ കൊടുത്ത ആളുകളുണ്ടാവും. എന്നാൽ ഓലെപ്പോലെ ആവണമെന്നും പറഞ്ഞ് ഓടി നടന്നിട്ട് നമ്മൾ അവിടോട്ട് എത്തൂല്ല. എന്നാൽ നമ്മളുടെ ജീവിതം ഒട്ട് നന്നായി തീരൂല്ല. എപ്പോഴും ഒരു ഖനാഅത്ത് കൊണ്ട് എപ്പോഴും ഉൻളുർ ഇലാ മൻ ഹുവ അസ്ഫല മിൻക വലാ തൻളുർ ഇലാ മൻ ഹുവ ഫൗഖക ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക. നബി മനുഷ്യന്മാരെ ഉപദേശിച്ചത് അതൊക്കെ തന്നെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്ന വാക്യം. ഇതൊക്കെ തന്നെയാണ് മനുഷ്യനെ കൗൺസിലിംഗ് ശരിക്കും സമാധാനം നൽകുന്ന വാക്കുകളാണ്. എപ്പോഴും നീ നോക്കേണ്ടത് നിന്നെക്കാളും താഴെയുള്ളവരിലേക്കാണ്, നിന്നെക്കാളും മുകളിലുള്ളവരിലേക്കല്ല. അള്ളാഹു നിനക്ക് നൽകിയ നിഅമത്തിൻ്റെ വലിപ്പമറിയാൻ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് നബി പറഞ്ഞത്. അപ്പം നമ്മളെക്കാളും താഴെയുള്ള ഒരു വീട്ടുകാരൻ, അപ്പം അവൻ്റെ വീടൊക്കെ നോക്കുമ്പോൾ എൻ്റെ വീട് എത്രയോ സ്വർഗ്ഗമാണ്. അവൻ്റെ ഗേറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗേറ്റൊക്കെ വലിയ വലിയ ഉഷാറല്ലേ. അല്ലെങ്കിൽ അവൻ്റെ വണ്ടിയൊക്കെ കണ്ടാൽ എന്താ, എൻ്റെ വണ്ടി എത്രയോ ഉഷാറുള്ളതല്ലേ. അവൻ്റെ ജീവിത രീതി കണ്ടാൽ എനിക്ക് അതിനേക്കാളൊക്കെ നല്ല സുഖമായി ഞാൻ ജീവിക്കുന്നില്ലേ. അപ്പം അവനേക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കുക എപ്പോഴും, അല്ലാതെ മേലെയുള്ളവരിലേക്ക് നോക്കിയാൽ ഓൻ കണ്ടില്ല എന്താ ഓൻ്റെ, ഞാൻ വളരെ മോശമാണ്, ഞാൻ ഓൻ്റെ മുമ്പിലെത്തണം എന്നുള്ള ഒരു അസൂയയിലേക്ക് അവന് പോകും. അപ്പോൾ തൂലുൽ അമൽ എന്ന് പറഞ്ഞാൽ അതാ, അനാവശ്യമായ നീണ്ട പ്രതീക്ഷകളല്ല, അള്ളാഹു നൽകിയതിൽ സംതൃപ്തിപ്പെടുക. അപ്പോൾ അള്ളാഹു താലാക്ക് നന്ദി ചെയ്യുമ്പോൾ ഇൻ ശക്കർത്തും ലഅസീദന്നക്കും, അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. നമ്മൾ വർധനവിന് വേണ്ടി ആഗ്രഹിച്ചാൽ ഹിർസ്, അത്യാർത്തി ഉണ്ടായാൽ അള്ളാഹ് തരൂല. നേരെ മറിച്ച് നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നന്ദി ചെയ്താൽ ലഅസീദന്നക്കും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ ഏറെ തരും എന്നല്ല എന്ന് പറഞ്ഞാലും ഉറപ്പായിട്ട് തീർച്ചയായും, രണ്ട് തേക്കീത അള്ളാഹ് പറഞ്ഞത്. ലഅസീദന്നക്കും, ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും ഞാൻ നിങ്ങൾക്ക് ഏറെ തരും, സിയാറത്ത് തരും നന്ദി ചെയ്താൽ. മറ്റൊന്ന് തസ്വീഫ്, അതാണ് അള്ളാഹുവിനെ ഒമൻ അയർലാൻ ദിക്രിനെ പറ്റി പറഞ്ഞപ്പോൾ മുഫസ്സിറുകൾ പറയും തസ്വീഫ് എന്ന് പറഞ്ഞാൽ നാളെ ആവുക എന്ന് പറഞ്ഞാൽ എല്ലാത്തും നീട്ടി വെക്കുക. രാത്രി നിസ്കാരം ഇല്ല, രാത്രി നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു അരമണിക്കൂർ മുമ്പ് നീക്കണ്ടേ, ഇപ്പോൾ ഭയങ്കര ക്ഷീണം, ഞാൻ അടുത്ത ആഴ്ച ആക്കാം, അടുത്ത ആഴ്ച മുതൽ തുടങ്ങാം. അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നോൽമ്പ്, ഒരു തിങ്കളാഴ്ച വ്യാഴാഴ്ചയൊക്കെ ഒരു സുന്നത്ത് നോമ്പ്, കഴിഞ്ഞപ്പോൾ ഭയങ്കര അങ്ങനെ ശീലിച്ചിട്ടില്ല, അടുത്ത ആഴ്ച മുതൽ നമുക്ക് നോക്കാം, അടുത്ത ആഴ്ച മുതലാക്കാം. അങ്ങനെയാണ് തസ്വീഫ്. സൗഫ, പിന്നീട് നീട്ടിയേക്കുക. അല്ലെങ്കിൽ ഞാൻ ഫറദ് നിസ്കരിച്ചിട്ട് സാധാരണ സുന്നത്തൊന്നും നിസ്കരിക്കില്ല, അങ്ങനെ ശീലമില്ല, നിശ്ചയ പോലെ. ഏതായാലും ഇനിയിപ്പോൾ അവർക്ക് തുടങ്ങണം, അടുത്ത വെള്ളിയാഴ്ച ആട്ടോ, രാവിലെ മുതലാണ് തുടങ്ങാം. അപ്പം അങ്ങനെ നമ്മൾ നീട്ടി വെക്കുക, അതൊരിക്കലും പാടില്ല. കാരണം ഫഇന്നഹു ലാ യദ്രി മതാ യഅതി അജലുഹു, മലക്കുൽ മൗത്ത് എപ്പോഴാണ് വരിക എന്ന് അവനെ അറിയില്ല. അപ്പോൾ ഒന്നും നീട്ടി വെക്കാൻ പാടില്ല. നേരെ മറിച്ച് ഈ അഴിമല്ലി ദുന്യാക്ക കഅന്നക തഈഷു അബദ വഅഴിമല്ലി ആഖിറതിക കഅന്നക തമൂതു ഗദാ എന്നൊരു മഹൽ വചനമുണ്ട്. വലിയൊരു ഒരു ആശയമുള്ള വചനമാണ്. അതിൽ ദുനിയാവിന് വേണ്ടി നീ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്നും ജീവിക്കുന്നുണ്ടല്ലോ എന്ന രൂപത്തിൽ പ്രവർത്തിക്കുക. ദുനിയാവിൻ്റെ കാര്യം നാളെ ആക്കാമല്ലോ, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ.
അത് നാളെയും ചെയ്യാലോ, അല്ലെങ്കിൽ മറ്റന്നാളെ ആവാലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങാലോ എന്ന് പറയും. എന്നാൽ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കഅന്നക തമൂതു ഗദാ, നാളെ തന്നെ മരിക്കും, അതുകൊണ്ട് നാളെ തന്നെ മരിച്ചു പോലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ നീട്ടിയേക്കാൻ പറ്റില്ല, അത് പെട്ടെന്ന് ചെയ്യണം. എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. സക്കാത്ത് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് അവസാനം അതിന് ആ കുറി ഇട്ടിട്ടാണ്ട് കൊടുത്തു തുടങ്ങുക എന്ന് കാത്തിക്കല്ല വേണ്ടത്. ഉള്ളിന്നാണ്ട് കൊടുത്തിട്ട് അവിടെ ഒരു കുഴി ഉണ്ടായാൽ കുറി കിട്ടുമ്പോൾ ആ കുഴി കണ്ണ് നികത്തിയാൽ മതി. അല്ലാതെ എപ്പോൾ ഉള്ള സംഖ്യ കൂടി എടുത്തു കൊടുത്താൽ നീ നമുക്കതല്ല. അതൊക്കെ എപ്പോഴും അള്ളാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസമുണ്ട്, അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം വീട്ടിക്ക്. സാധാരണത്തിൽ നിന്ന് പതിവ് തെറ്റി നബി എഴുന്നേൽക്കലും ഒരു സുബ്ഹാനല്ലാഹ് പോലും പറയുന്നത് കാണാത്ത നിലക്ക് നബി എഴുന്നേറ്റ് വീടിൻ്റെ മറ അവിടെ തന്നെ അല്ലേ, ആ വാതിൽ തുറന്ന് വീട്ടിൽ ഓടുന്നു. കുറച്ച് കഴിഞ്ഞാൽ നബി കണ്ട് വന്നു സാധാരണ നിലക്ക്. അപ്പോൾ സമാധാനമൊക്കെയായി വന്നു. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, നബി ഇങ്ങനെ നോക്കി, എന്തേപ്പാ ആ ഓട്ടം എന്തേലും സംഭവിച്ചോ? അപ്പോൾ നബി പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എൻ്റെ അടുക്കൽ ധർമ്മം കൊടുക്കാനുള്ള കുറച്ച് വെള്ളി ഒരാൾ കൊടുത്തേച്ച് തന്നേച്ചിരുന്നു. അത് ധർമ്മം കൊടുക്കാനുള്ള വെള്ളി ഞാനത് മറന്നീന്ന്, അതിപ്പോഴാണ് ഓർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ആര് നിസ്കാരം കഴിഞ്ഞ് ദിക്റും തസ്ബീഹൊക്കെ കഴിഞ്ഞ് നിങ്ങളായിട്ടുള്ള വർത്താനമൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാനത് മറക്കും. അത് വേണ്ട കൊടുത്ത് അതാണ്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കിയാൽ മതിയല്ലോ, നാളേക്ക് നീട്ടി വെക്കരുത്. അപ്പോൾ സൽക്കർമ്മങ്ങൾ നമ്മളിന്ന് തുടങ്ങാത്തത് തുടങ്ങാൻ, അല്ലെങ്കിൽ തുടങ്ങിയത് തുടർത്താൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നന്നായി ചെയ്യാൻ നീട്ടിവെക്കാതിരിക്കുക. തസ്വീഫ് സൗഫ എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങനെ നീട്ടിവെക്കാതിരിക്കൽ അള്ളാഹുവിനെ അവഗണിക്കാതിരിക്കുന്ന ഒരാൾക്ക് അവൻ നീട്ടിവെക്കൂല. അള്ളാഹുവിനെ അവഗണിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നീട്ടിവെക്കുക. അള്ളാഹിൻ്റെ കാര്യമല്ലേ ആണല്ലോ. ഇപ്പം നമ്മളൊരു അത്ര പരിഗണിക്കാത്ത ഒരാൾ വന്നിട്ട് അഞ്ച് പിന്നെ വാ, എന്നാൽ പ്രധാനപ്പെട്ട ഒരാൾ വരികയാണെങ്കിൽ നിങ്ങൾ വരി, നിങ്ങൾ ഇനി അവിടെ കാത്തിക്കണ്ട, എന്നാൽ ഒരു സാധു പാവാൻ അഞ്ച് പിന്നെ വരെ നമ്മളെ മാറ്റിവെക്കും. അള്ളാഹുവിൻ്റെ കാര്യം അതുപോലെ മാറ്റിവെക്കാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മൾക്ക് ഒമനായർലാൻ ദിക്രി എന്ന ആയത്ത്. എന്നിട്ട് പറഞ്ഞു, ഒക്കദാലിക നജ്സീമൻ അസ്റഫ, പരിധി വിട്ടവന് നാം പ്രതിഫലം ഇങ്ങനെ നൽകും. വലം യുമിൻ ബി ആയാത്തി റബ്ബിഹി, റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കാത്തവനും. വല അദാബുൽ ആഖിറത്തി അശദ്ദു അബ്ഖ, ആഖിറത്തിലെ ശിക്ഷയാണ് ഏറ്റവും കഠിനമായതും. വ അബ്ഖ, ഏറ്റവും അവശേഷിച്ച് നിൽക്കുന്നതും, എന്നും ബാക്കി നിൽക്കുന്നതും ആഖിറത്തിലാണ്. ദുന്യാവിലെ ശിക്ഷ തൽക്കാലം ദുന്യാവിൽ നമുക്ക് ക്ഷീണവും കാര്യം രോഗവും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ഹമ്മും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കഴിഞ്ഞാൽ അതാണ് മാറും. ഇന്ന് ചിലപ്പോൾ നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ നാളെ ചിരിക്കും. പക്ഷേ ആഖിറത്തിൽ ദുഃഖം തുടങ്ങിയാൽ പിന്നെ ദുഃഖം തന്നെയായിരിക്കും. വ അബ്ഖ, എന്നും അവശേഷിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവലം യഹ്ദിലഹും, ഇനി അവരോട് പറയുകയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാണില്ല. അവലം യഹ്ദിലഹും, അവർക്ക് വഴി കാണിച്ചിട്ടില്ല, അവർക്ക് വഴി കാണുന്നില്ലേ, വഴി കാട്ടിയിട്ടില്ലേ, അവർക്ക് ഹിദായത്ത് നൽകുന്നില്ലേ, അവർക്ക് മാർഗദർശനം നൽകിയിട്ടില്ലേ. എന്ത് കം അഹ്ലക്ന ഖബ്ലഹും, കം എത്രയാണ് അഹ്ലക്ന നാം നശിപ്പിച്ചത്, ഖബ്ലഹും അവർക്ക് മുമ്പ്, മിനൽ ഖുറൂൻ ഒരുപാട് ജനങ്ങളെ, തലമുറകളെ, അവർക്ക് മുമ്പ് എത്ര തലമുറകളെ നാം നശിപ്പിച്ചു എന്നത് അവർക്ക് ഇനിയും മാർഗദർശനം നൽകിയിട്ടില്ലേ. ഇത് പറഞ്ഞാൽ അവർക്കറിയാം. ഖുർആൻ്റെ സംബോധിതരായ മുശ്രിക്കുകൾക്കും മുനാഫിക്കുകൾക്കും അറിയാം, അള്ളാഹു താലാനെ ധിക്കരിച്ച ആളുകൾ, ഒരുപാട് ആളുകൾ പണ്ട് അള്ളാഹു താല നശിപ്പിച്ചിട്ടുണ്ട് എന്നവർക്ക് അറിയാം. അവരത് കാണുന്നുണ്ട്. യമനിലേക്ക് പോകുമ്പോൾ ആദിനെ നശിപ്പിച്ച സ്ഥലം അവർ കാണുന്നുണ്ട്. അഖാഫ് മലയുടെ താഴ്വരയിൽ കൂടിയാണ് യമനിലേക്കുള്ള യാത്ര. ഒരു കൊല്ലത്തിൽ യമനിലേക്ക് പോകാത്ത ആരുമില്ല. പ്രായപൂർത്തിയായാൽ കച്ചവടാവശ്യാർത്ഥം സംഘത്തിൻ്റെ കൂടെ ആണുങ്ങളാണെങ്കിൽ പോകും. അപ്പോൾ അവരത് കാണുന്നുണ്ട്. ഇനി ഷാമിലേക്ക് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ സമൂദ് ഗോത്രത്തെ നശിപ്പിച്ച ഹിജറ താഴ്വരകൾ അവർ കാണുന്നുണ്ട്. ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിച്ച സദൂം എന്ന് പറയുന്ന ചാവുകടൽ അവർ കാണുന്നുണ്ട്. കം അഹ്ലക്ന ഖബ്ലഹും മിനൽ ഖുറൂൻ, അവരുടെ മുമ്പ് എത്ര നൂറ്റാണ്ടുകളെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടിൽ ജീവിച്ച തലമുറകളെ എത്രയാണ് നശിപ്പിച്ചിട്ടുള്ളത് എന്ന് അവർക്കൊരു വഴി മാർഗദർശനമാകുന്നില്ലേ, അവർക്കതൊരു വഴി കാണുന്നില്ലേ. ഇപ്പം നമ്മളൊക്കെ റോട്ടിൽ കൂടി ഇങ്ങനെ ഹൈ സ്പീഡ് പോകുമ്പോൾ അവിടെ വണ്ടി മുട്ടിക്കിടന്ന് തല കുത്തി മറിഞ്ഞ് ആകെ കൂടിയും ഉടഞ്ഞ് തകർന്ന് കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊന്ന് വല്ലൊന്നും കണ്ട്
ബ്രേക്കുമ്പോൾ ചവിട്ടും, പഠിച്ചോനെ ഭയങ്കര മുട്ടാണല്ലോ എന്നാണ്. നമ്മൾ വെല്ലൊന്ന് സ്ലോ ആക്കും. കാരണം അത് നമുക്ക് നേരിൽ കാണുന്ന അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠമാണ്. അതുപോലെ ചാവുകടലിൽ നശിച്ച മനുഷ്യന്മാരെ അവർ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതൊന്നും അവർക്ക് മാർഗദർശനമാകുന്നില്ലേ? യംശൂന, ആ ആളുകൾ നടന്നു പോകുന്നു. ആരെന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ, മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ. യംശൂന ഫീ മസാക്കിനിഹിം, അവരുടെ താമസയിടങ്ങളിൽ കൂടിയാണ് അവർ നടന്നു പോകുന്നത്. അവരുടെ യാത്രാസംഘം ശാമിലേക്ക് പോകുമ്പോൾ ലൂത്ത് നബിയെ അലൈഹിസ്സലാമിൻ്റെ സമുദായത്തെ നശിപ്പിച്ച അതിൻ്റെ അടുത്തുകൂടിയാണ് അവരെ യാത്ര വഴി, കാരവൻ റൂട്ട്. ഇന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെയുള്ള കൃത്യമായ റൂട്ട് അവിടെ ഉണ്ട് യാത്രാസംഘത്തിന് പോകാനുള്ള, ചാവുകടലിൻ്റെ തീരത്തുകൂടി. അതുപോലെ പിന്നെ ഇവിടെ സമൂദ് ഹിജ്റ താഴ്വരയിൽ കൂടി സമൂദിനെ നശിപ്പിച്ച ഭാഗത്തുകൂടി ഇന്നും വലിയ വലിയ എക്സ്പ്രസ് ഹൈവേ ഉണ്ട്, അവിടേക്ക് കടക്കാൻ പറ്റില്ല, വേലിട്ടിട്ടുണ്ടെന്ന് മാത്രം. അതുപോലെ ആയത് സമൂഹത്തെ നശിപ്പിച്ച വഴിയിൽ കൂടി യമനിലേക്കുള്ള വിശാലമായ വഴിയാണ്. അബദാ യംശൂന ഫീ മസാക്കിനിഹിം, അവരുടെ മസ്കനുകളിൽ കൂടി അവർ നടക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഉലിന്നുഹ, തീർച്ചയായും ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലിഉലിന്നുഹ, നുഹയുള്ള ആളുകൾക്ക്. നുഹ എന്ന് പറഞ്ഞാൽ അഖിലുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക്. നുഹ എന്നുള്ള വാക്ക് ഖുർആനിൽ ഇവിടെ ഉപയോഗിച്ചത് അഖിലാണ്. അഖിലുള്ളവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. ഒലൗലാ കലിമത്തുൻ, പിന്നെ എന്താണ് അവരെ നശിപ്പിച്ച പോലെ ഇവരെ നശിപ്പിക്കാതിരുന്നത്? അതിന് അല്ലാഹ് മറുപടി പറയാം. ഒലൗലാ കലിമത്തുൻ സബഖത്ത് മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് മുൻകടന്നുപോയ ഒരു കൽപ്പന ഇല്ലായിരുന്നുവെങ്കിൽ, അതിൽ അല്ലാഹു തആല മുൻകഴിഞ്ഞ സമുദായത്തെ നശിപ്പിച്ച പോലെ ഇനിയുള്ള ആളുകളെ നശിപ്പിക്കുകയില്ല. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശേഷം പിന്നെ അങ്ങനെ ഒരു സമൂഹത്തെ ഫിറൗനെ നശിപ്പിച്ചതിൻ്റെ ശേഷം പിന്നെ ഒന്നടങ്കം നശിപ്പിച്ചിട്ടില്ല. അതായത് ഒന്നിച്ചൊരു തീ വീഴുകയെ, വെള്ളപ്പൊക്കം വരികയെ, അതല്ലെങ്കിൽ വലിയ ഭൂകമ്പം ഉണ്ടാവുകയോ ചെയ്തിട്ട് നശിപ്പിച്ചിട്ടില്ല അല്ലാഹു തആല. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലശേഷം പിന്നീട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അതാ ഒലൗലാ കലിമത്തുൻ സബഖത്ത് മിർ റബ്ബിക, സബഖത്ത് മുൻകടന്നു പോയ ഒരു കൽപ്പന, ഒരു വചനം ഇല്ലായിരുന്നുവെങ്കിൽ, മിർ റബ്ബിക, നിൻ്റെ രക്ഷിതാവിങ്കൽ നിന്ന് അങ്ങനെയുള്ള ഒരു കലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പന, ഒരു തീരുമാനം ഇല്ലായിരുന്നുവെങ്കിൽ, ലക്കാന ലിസാമ, ആ ശിക്ഷ നിർബന്ധമാകുമായിരുന്നു. വ അജലും മുസമ്മ, ഒരു നിശ്ചയിച്ച അവധിയും ഇല്ലായിരുന്നുവെങ്കിൽ, അതായത് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഒരു മുസമ്മ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചയിച്ച ഒരവധി അല്ലാഹു നിശ്ചയിച്ചിട്ട് ആ അവധിയിലെത്തുമ്പോൾ അവർ നശിക്കും. തീരും അല്ലാഹു തആല ശിക്ഷിക്കൂല എന്നൊന്നുമില്ല, ഒരു അവധി ഉണ്ട്. ഇപ്പോൾ മുശ്രിക്കീങ്ങൾക്ക് അവധി എത്ര? 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബിയെ ആക്രമിച്ച് 15 കൊല്ലം ആക്രമിക്കാൻ അല്ലാഹു തആല അവർക്ക് ആയുരാരോഗ്യം കൊടുത്തു. 15ാമത്തെ കൊല്ലത്തിൽ ബദറിൽ വെച്ചാണ് അവരിലുള്ള വലിയ അക്രമികളെ അല്ലാഹു തആല നശിപ്പിച്ചത്. അജലും മുസമ്മ, അത് ചിലപ്പോൾ ഇഹലോകത്തന്നെ അല്ലാഹു തആല ഒരു അവധി വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിലോ ഖിയാമത്ത് നാളിലായിരിക്കും അവരെ നശിപ്പിക്കാനുള്ള ഒരു അവധി. അപ്പം മുൻകടന്ന ഒരു കൽപ്പനയില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവധി നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ലക്കാന ലിസാമ, ആ ശിക്ഷ നിർബന്ധമായും അവരെ പിടികൂടുമായിരുന്നു. ലിസാമ് എന്ന് പറഞ്ഞാൽ ലാസിമായിരുന്നു, നിർബന്ധമായും അവരെ പിടികൂടുമായിരുന്നു. അപ്പോൾ നബിയെ ആ നബിക്കുള്ളൊരു സമാധാനമാണ്. അവരെ ഇങ്ങനൊക്കെ ഉപദ്രവിച്ചിട്ടും അവരെ അല്ലാഹു തആല ശിക്ഷിക്കാതിരിക്കുന്നത് അള്ളാൻ്റെ ചില തീരുമാനങ്ങൾ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. സബക്ക, അത് കഴിഞ്ഞു പോയിട്ടുണ്ട്, പെട്ടെന്ന് നശിപ്പിക്കൂല എന്ന, അല്ലെങ്കിൽ അവർക്ക് ചില അവധി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. രണ്ടാലൊന്നാണ്. അതുകൊണ്ട് ഫസ്ബിർ അലാ മാ യഖൂലൂൻ, നബിയെ അവർ പറയുന്ന എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ പറയുന്നതിന്മേൽ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക. അവർ നബിയെ പരിഹസിക്കുന്നു, നിഷേധിക്കുന്നു, നബിയോട് തട്ടുത്തരം പറയുന്നു. അതിൽ നിന്നൊക്കെ ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്നത് താങ്കൾ ക്ഷമിച്ചു കൊള്ളുക പറയുന്ന കാര്യത്തിൽ. വസബ്ബിഹ് ബിഹംദി റബ്ബിക, താങ്കളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഖബല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, വഖബല ഖുറൂബിഹ, അസ്തമിക്കുന്നതിന് മുമ്പ്, വമിൻ ആനാഇൽ ലൈലി, രാത്രിയുടെ വിവിധ സമയങ്ങളിലും, ഫസബ്ബിഹ്, നീ പ്രകീർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. വ അത്റാഫൻ നഹാർ, പകലിൻ്റെ അറ്റങ്ങളിലും
നീ പ്രകീർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. നബിയോട് പറയാണ്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശത്രുക്കളിൽ നിന്നുണ്ടാകുമ്പോൾ അതിനവർക്കൊരവധിയുണ്ട്. അവധി വരെ അവർ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കും, ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാനും മനസമാധാനം കിട്ടാനും നബിയോട് അല്ലാഹു തആല കൽപ്പിച്ചതെന്താ? തസ്ബീഹ് ചെല്ലുക, അള്ളാഹുവിനെ സ്തുതിക്കുക. സൂര്യൻ ഉദിക്കുന്നതിൻ്റെയും അസ്തമിക്കുന്നതിൻ്റെയും മുമ്പും ശേഷവും രാത്രിയുടെ സമയങ്ങളിലും പകൽ സമയങ്ങളിലും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. അതിൽപ്പെട്ടതാണ് നിസ്കാരമൊക്കെ. അപ്പം നമസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കുക, പ്രാർത്ഥനകൾ നിർവഹിക്കുക, അദ്കാറുകളും തസ്ബീഹുകളും നിർവഹിച്ചുകൊണ്ട് ജീവിതത്തെ അള്ളാഹുവുമായി ബന്ധപ്പെടുത്തി വെച്ചാൽ എത്ര വലിയ ഉപദ്രവങ്ങളും അക്രമങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വന്നാലും അള്ളാഹ് അവർക്ക് അതിനൊക്കെയുള്ള ആയുസ് കൊടുത്താലും അതിൻ്റേതായ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള സമാധാനം നമുക്ക് കിട്ടും. അതായത് ദുരന്തങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനകളും അദ്കാറുകളും തസ്ബീഹുകളും നമസ്കാരങ്ങളും ഒക്കെ ദുരന്തങ്ങളുടെ മുമ്പിൽ മറുമരുന്നാണ് വിശ്വാസികൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹമ്മഹു ഷൈഉൻ ബാദറ ഇല സ്വലാത്തി. നബിക്ക് എന്തെങ്കിലും വലിയ മനോദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ പോയി സുന്നത്ത് നമസ്കരിക്കുമായിരുന്നു നബി. അതൊരു സമാധാനമാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ കുടുങ്ങി, ബുദ്ധിമുട്ട് കുടുങ്ങി, എന്താ ചെയ്യുക, ആകെ കൂടി ടെൻഷൻ അടിച്ച് അവസാനം പ്രഷർ കയറി, അതൊക്കെ ഉണ്ടാവും മനുഷ്യന് സ്വാഭാവികം. ആർക്കും അതില്ലാത്തത് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നബി അതിന് പറഞ്ഞൊരു മരുന്നെന്താ? ദിക്റുകൾ, കുറച്ച് പ്രാർത്ഥന. ഒന്ന് പള്ളിയിലേക്ക്, അടുത്ത പള്ളിയോടെ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ദീർഘമായി സുജൂദിൽ കിടന്ന് കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് തസ്ബീഹുകളൊക്കെ ചൊല്ലി ഒന്ന് പുറത്തിറങ്ങിയാൽ മനുഷ്യനത് കിട്ടും. ഏതുവരെ എന്ന് പറഞ്ഞാൽ യുദ്ധവേളയിൽ, ബദർ യുദ്ധവേളയിൽ പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നിറഞ്ഞു നിന്ന ബദർ യുദ്ധവേളയിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബികളോടും അല്ലാഹ് പറഞ്ഞത് അള്ളാഹുവിന് ദിക്റ് ചെയ്തുകൊണ്ടിരിക്കുക. യുദ്ധം ചെയ്യുന്ന വേളയിൽ പോലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തസ്ബീഹുകൾ, ദിക്റുകൾ, നിസ്കാരം, പ്രാർത്ഥനകൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ മരുന്ന് തന്നെയാണ്, ഒരു വലിയ സമാധാനം തന്നെയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഭൗതിക ശാസ്ത്രത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അവരെന്താ, ഒരു കൗൺസിലറെ എടുത്തു പോകും മനസ്സമാധാനം കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ നടത്തും. മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ധ്യാനങ്ങളൊക്കെ നടത്തും. ധ്യാനശാലകളിലൊക്കെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കൂടുന്നത് എന്തിനാ? മനസ്സമാധാനം കിട്ടാനാണ്. ആ ധ്യാനമല്ലേ ഇത്? 2 റക്അത്ത് നമസ്കരിക്കുക, അല്ലെങ്കിൽ വേഗം ജമാഅത്തിന് പോയി അവിടെ പങ്കെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലുക, കുറച്ച് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുക. അതാണ് പറയുന്നത്, ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്നതിൽ താങ്കൾ ക്ഷമിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക, താങ്കളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുക, തസ്ബീഹ് ചെല്ലുക. ഖബല തുലൂഇ ശംസി വഖബല ഖുറൂബിഹാ വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാർ. എപ്പോഴും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, ആനാഉല്ലയിൽ രാത്രിയുടെ വിവിധ സമയങ്ങളിൽ, വഅത്റാഫൻ നഹാർ പകലിൻ്റെ വിവിധ അറ്റങ്ങളിൽ. തർഫ് എന്ന് പറഞ്ഞ അറ്റം. അപ്പോൾ 5 വക്ത് നിസ്കാരം അടക്കം ഇതിൽ പെടും. ഖബല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് എന്ന് പറയുന്നത് സുബ്ഹി. വഖബല ഖുറൂബിഹ എന്ന് പറയുന്നത് അസ്ർ. പിന്നെ ആനാഉല്ലയിൽ എന്ന് പറയുന്നത് മഗ്രിബും ഇശായും. രാത്രിയുടെ 2 സമയമാണ്, 2 വ്യത്യസ്തമായ സമയങ്ങളാണ്. പിന്നെ അത്റാഫൻ നഹാർ പകലിൻ്റെ അറ്റങ്ങൾ എന്ന് പറയുന്നത് ളുഹർ, അസ്ർ പോലെയുള്ള നമസ്കാരങ്ങളും അതിനോടനുബന്ധിച്ച പ്രാർത്ഥനകൾ, ളുഹാ നമസ്കാരങ്ങൾ, അതുപോലെ രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരങ്ങൾ. അപ്പോൾ ഫർളും സുന്നത്തുമായിട്ടുള്ള പ്രധാനപ്പെട്ട സുന്നത്തുകളുമായിട്ടുള്ള നമസ്കാരങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുഫസ്സിറുകൾ അതൊക്കെ എണ്ണി പറയുന്നുണ്ട്. അതോടൊപ്പം ഈ നമസ്കാരങ്ങളുടെ മുമ്പും ശേഷമുള്ള തസ്ബീഹുകൾ, അദ്കാറു സബാഹും അദ്കാറുൽ മസാഉം ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അതാണ്. എന്നിട്ട് പറയാണ് ലഅല്ലക തർളാ, അനക്ക് തൃപ്തിയാകും, റിള വരും. റിള എന്ന് പറഞ്ഞാൽ തൃപ്തി, മനസ്സിൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളിൽ നിന്നൊക്കെ. ലഅല്ലക തർളാ, നിനക്ക് റിള കിട്ടിയേക്കും, തൃപ്തി കിട്ടിയേക്കും എന്ന് പറഞ്ഞാൽ കിട്ടിക്കൂടായികല്ല എന്നുള്ള സംശയമല്ല, കിട്ടും തന്നെയാണ്, നിനക്ക് തൃപ്തി ലഭിക്കുന്നതാണ്. എന്നിട്ട് പറയാം വലാത്ത മുദ്ദന്ന, മദ്ദയമുദ്ദു നീട്ടി, വലാത്ത മുദ്ദന്ന ഐനൈക, താങ്കളുടെ 2 കണ്ണുകൾ നിങ്ങൾ നീട്ടേണ്ടതില്ല. ഇലാമ
മത്തൈനാ ബിഹി നാം സുഖസൗകര്യങ്ങൾ നൽകിയതിലേക്ക്, അസ്വാജൻ മിൻഹും അവരിൽ നിന്ന് പല ജോഡികളായി പല വൈവിധ്യങ്ങളായിട്ടുള്ള സുഖസൗകര്യങ്ങൾ നൽകിയതിലേക്ക് താങ്കൾ കണ്ണു നീട്ടേണ്ടതില്ല. സഹ്റത്തൽ ഹയാത്തി ദുന്യ അഥവാ ഭൗതിക ജീവിതത്തിൻ്റെ ആർഭാടങ്ങളിലേക്ക് കണ്ണു നീട്ടേണ്ടതില്ല. ലിനഫ്തിനഹും ഫീഹി നാം പരീക്ഷിക്കാൻ വേണ്ടി ഫിത്നയിലാക്കാൻ വേണ്ടി ഭൗതിക ജീവിതത്തിൻ്റെ ആർഭാടങ്ങൾ കൊണ്ട് സുഖസൗകര്യങ്ങൾ നൽകിയതിലേക്ക് താങ്കൾ കണ്ണു നീട്ടേണ്ടതില്ല. അതാണ് വലാ തമുദ്ദന്ന ഐനൈക താങ്കളുടെ രണ്ട് കണ്ണും നിങ്ങൾ നീട്ടേണ്ടതില്ല. ഇലാമാ മത്തൈനാ ബിഹി അസ്വാജം മിൻഹും സഹ്റത്തൽ ഹയാത്തി ദുന്യ അവരിൽ ഭൗതിക ജീവിതത്തിൻ്റെ സഹ്റത്ത് എന്ന് പറഞ്ഞാൽ ശോഭ സുഖസൗകര്യങ്ങളിലേക്ക് നാം സുഖസൗകര്യങ്ങൾ നൽകിയതിലേക്ക് നിങ്ങൾ കണ്ണു നീട്ടേണ്ടതില്ല. വറിസ്ഖ് ലിനഫ്തിനഹും ഫിഹി അവരെ പരീക്ഷിക്കാൻ വേണ്ടി, അതായത് നബിയോടും പറയുന്നു നമ്മളോടൊക്കെ, മനുഷ്യന്മാർക്ക് പരീക്ഷണമായി എത്രയോ സുഖസൗകര്യങ്ങളും ആർഭാടങ്ങളും ജനങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ കണ്ണു നീട്ടി നോക്കേണ്ടതില്ല എന്ന്, അതൊക്കെ ഓൽക്ക് അള്ള കൊടുത്തു. ലിനഫ്തിനഹും ഫീ അവരെ പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്താണ്. അത് എനിക്കും കിട്ടിയെങ്കിൽ ഇൻകു ലൗകാനലനാ മിസ്ലമാ ഊത്തിയ ഖാറൂൻ ലൗ ഊത്തിയലനാ മിസ്ലമാ ഊത്തിയ ഖാറൂന് നൽകപ്പെട്ട പോലെ ഞങ്ങൾക്കും നൽകിയിരുന്നെങ്കിൽ എന്നൊരു കൂട്ടർ ആഗ്രഹിച്ചല്ലോ. അതാണ് അതുപോലെ നമ്മൾ ആഗ്രഹിക്കേണ്ട. അതായത് ഒരു കൂട്ടർക്ക് വലിയ സൗകര്യം ജീവിതമുണ്ട്, എല്ലാ ആർഭാടങ്ങളുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ഓലെ കുടുംബജീവിതം നല്ല സുഖമാണ്, ഓലെ മക്കളെ കെട്ടിയോടത്തും കെട്ടിച്ചോടത്തൊക്കെ നല്ല സുഖമാണ്, അവരുടെ ആൺകുട്ടികൾക്കൊക്കെ നല്ല ജോലിയാണ്, പെൺകുട്ടികളൊക്കെ നല്ല അവസ്ഥയിലാണ്. അങ്ങനെ എത്രയോ കുടുംബജീവിതങ്ങളും സാമ്പത്തിക സാമൂഹ്യ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള പലരും നാട്ടിലുണ്ട്. അവർക്ക് ഇങ്ങനെ കണ്ണ് നീട്ടണ്ട. പിന്നെ വറിസ്ഖു റബ്ബിക ഖൈറുൻ നിൻ്റെ റബ്ബിൻ്റെ റിസ്ഖാണ് ഖൈറായിട്ടുള്ളത്, ഉത്തമമായിട്ടുള്ളത്. വഅബ്ഖ എന്നെന്നും അവശേഷിക്കുന്നതും. റബ്ബ് നിനക്ക് നൽകിയ റിസ്ഖ് അത് ഓൻ്റെ മാതിരി ഉണ്ടാവണമെന്നില്ല. റബ്ബ് നിനക്ക് നൽകിയ ജീവിത സുഖ സൗകര്യങ്ങൾ അത് അവനെ പോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് നിനക്ക് ഖൈറ്. വഅബ്ഖ എപ്പോഴും അവശേഷിക്കുന്നതും. അപ്പോൾ പടച്ചോൻ തന്നതിൽ നമുക്ക് അല്ലാഹു തആല തരാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം. തന്നതിൽ നമ്മൾ സംതൃപ്തി അടയുക. തരാത്തത് വേറുള്ളവർക്ക് സൗകര്യങ്ങൾ കൊടുത്തത് അവരെ പരീക്ഷിക്കാനാണ്. അവർക്ക് ഇങ്ങനെ കണ്ണു നീട്ടി നോക്കേണ്ടതില്ല. പിന്നെ എന്താ വേണ്ടത്? വഅ്മുർ അഹ്ലക ബിസ്സലാ നിൻ്റെ കുടുംബങ്ങളോട് നീ നമസ്കാരത്തിന് കൽപ്പിക്കണം. അഹ്ല് എന്ന് പറഞ്ഞാൽ ഭാര്യ, മക്കൾ, കുടുംബങ്ങളാണ്. വഅ്മുർ നീ കൽപ്പിക്കുക അഹ്ലക നിൻ്റെ കുടുംബങ്ങളോട് ബിസ്സലാത്തി നമസ്കരിക്കാൻ കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം നോക്കിക്കോ. വേറുള്ളവൻ്റെ വലിയതൊക്കെ നോക്കി നടന്നിട്ട് കാര്യമില്ല. എൻ്റെ കുടുംബങ്ങളെ നന്നായി നോക്കിക്കോ. വസ്തബിർ അലൈഹ അതിൽ നീ സബൂറായി നിൽക്ക്, ക്ഷമിച്ച് നിൽക്ക്. ലാ നസ്അലുക റിസ്ഖൻ നിന്നോട് ഞാൻ റിസ്ക് ചോദിക്കുന്നില്ല. ലാ നസ്അലുക നാം നിന്നോട് ചോദിക്കുന്നില്ല, റിസ്ക് ചോദിക്കുന്നില്ല. എന്തെങ്കിലും കണ്ട് തരണം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക അനക്കുള്ള റിസ്ക് നാം തരും. പടച്ചോൻ നമ്മളൊന്നും കൊടുക്കണ്ട. പടച്ചോൻ്റെ മാർഗത്തിൽ നമ്മൾ ജീവിച്ചാൽ മതി. അള്ളാഹ്ക്ക് നമ്മളൊന്നും 10 പൈസയും കൊടുക്കണ്ട, ഒരു നിവേദ്യം കൊടുക്കണ്ട, ഒരു കൈമടക്കും കൊടുക്കേണ്ടതില്ല. നഹ്നു നർസുഖുക അള്ളാഹു നാം നിങ്ങൾക്ക് റിസ്ക് തരും. വൽ ആഖിബത്തു ലിത്തഖ്വ അന്ത്യഫലം. ആഖിബത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യഫലം. ലിത്തഖ്വ അത് തഖ്വക്കുള്ളതാണ്, സൂക്ഷ്മതക്കുള്ളതാണ് അന്ത്യഫലം. അതായത് തഖ്വ ഉണ്ടെങ്കിൽ അതിന് അന്ത്യഫലം കിട്ടും. വഖാലു അവർ ചോദിക്കുന്നു ലൗലാ യഅ്തീനാ ബി ആയത്തിൻ അവൻ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ആയത്ത് കൊണ്ടുവരുന്നില്ല? നബിയെ, നബി എന്താണ് അവൻ നമ്മൾക്ക് മിൻ റബ്ബിഹി റബ്ബിങ്കൽ നിന്ന് ഒരു ദൃഷ്ടാന്തം എന്താണ് കൊണ്ടുവരാത്തത് എന്ന് അവർ ചോദിക്കുന്നു. അവലം തഅ്തിഹിം അവർക്ക് വന്നില്ലയോ ബയ്യിനത്തു മാ ഫി സുഹുഫിൽ ഊല മുൻകഴിഞ്ഞ ഏടുകളിലുള്ള തെളിവുകൾ? എന്താ ആയത്ത് വരാത്തത്? മുൻകഴിഞ്ഞ സുഹുഫുകളിലുള്ള തെളിവുകൾ അവർക്ക് വന്നിട്ടില്ലേ? അത് പോരെ ഓൽക്ക്? അതനുസരിച്ച് ജീവിച്ചാൽ പോരെ? എന്തിനാ ഇത് ചോദിച്ച് നടക്കുന്നു? അപ്പോൾ ആയത്ത് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും നബിയെ ഉപദ്രവിക്കുകയാണ്. എന്താണ് ദൃഷ്ടാന്തം വരാത്തത്? എന്ത് കാണിച്ചു കൊടുത്താൽ ഇപ്പോൾ ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്തിട്ട് മതിയായിട്ടില്ലല്ലോ അവർക്ക്. അത് സിഹ്റാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതാണ് വഖാലു ലൗലാ യഅ്തീനാ ബിഹി ആയത്തിൻ മിർ റബ്ബിഹി അവൻ എന്താണ് യഅ്തീന നമ്മുടെ അടുക്കലേക്ക് അവൻ വരാത്തത്? ബി ആയത്തിൻ മിർ റബ്ബിഹി അതാണ് നമ്മൾ ഒരു സത്യപ്പറ്റി തൗഹീദി പ്രബോധനമൊക്കെ നടത്തുമ്പോൾ അന്ധവിശ്വാസം വിദേഹത്തുകൾക്കെതിരിലൊക്കെ പറയുമ്പോൾ
എത്ര തെളിവ് പറഞ്ഞു കൊടുത്താലും സമ്മതിക്കൂല. ആ എന്തെങ്കിലും ചാടി പറഞ്ഞിട്ട് അതങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ ആ പയോടെ തന്നെ നിൽക്കുള്ളൂ ആളുകൾ. അതാണ് ലൗലാ യഅ്തീന ബിആയത്തിൻ മിർ റബ്ബി. റബ്ബിൻ്റെ ഇപ്പോൾ മറ്റേ ഈ മടവൂര് ഷെയ്ഖ് എന്താണ് ഖബറിൽ കിടന്നിട്ട് ലൗൽ മഹ്ഫൂദിൽ നിന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെ കെണ്ണിച്ച് പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി എന്താ അള്ളാഹ്ക്ക് കൊടുത്താൽ അങ്ങനെ കഴിയൂലേ എന്ന്. കഴിഞ്ഞില്ല. അള്ളാഹ്ക്ക് എന്താ ഉൽക്കാഹൊക്കെ കൊടുക്കാൻ കഴിയൂലേ? അങ്ങനെ ലൗൽ മഹ്ഫൂദ് തിരുത്താനും അത് മാറ്റി എഴുതാനും ഒക്കെ അള്ളാഹ് വിചാരിച്ചാൽ നടക്കൂലേ? അത് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. ആര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? അപ്പോൾ ആ ഒരു ന്യായം മുട്ടുന്യായം പറയാണ്. അതന്നെയാണ് ഇവർ പറഞ്ഞത് വലൗഖാലു ലൗലാ യഅ്തീന ബിആയത്തിൻ മിർ റബ്ബി. അത് മനസ്സിലാക്കണില്ല. ഇവരൊന്നും ഈ കാര്യങ്ങൾ ആലോചിക്കാതെയാണ് മനുഷ്യന്മാർ ഈ ചെയ്യുന്നത്. അതാണ്. അപ്പോൾ ലൗലാ യഅ്തീന ബിആയത്തിൻ മിർ റബ്ബി, റബ്ബിൻ്റെ നിന്നുള്ള ആയത്ത് എന്താ അദ്ദേഹം കൊണ്ടുവരാത്തത് എന്ന് അവർ ചോദിക്കുന്നു. അവലം തഅ്തിഹിം ബയ്യനത്തു മാഫി സുഹഫിൽ ഊല, ആദ്യ വേദങ്ങളിലുള്ള തെളിവുകൾ അവർക്ക് വന്നിട്ടില്ലേ? ഇപ്പോൾ തൗറാത്തിലും ഇഞ്ചീലിലൊക്കെ സബൂറിലൊക്കെ ഉണ്ടായിരുന്ന ആ തെളിവുകളും നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് ഖുർആനിലുള്ളത്. അതന്നെ അവർക്ക് വന്നില്ലേ? തൗറാത്തും ഇഞ്ചീലും അവർ പഠിച്ചിട്ടില്ല വിചാരിക്കുക. പക്ഷേ ഖുർആനിലുള്ളതും അത് തന്നെയാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ഇതിൻ്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ സത്യമാക്കുന്നതാണ് ഖുർആൻ. അതോൽക്ക് അറിയും ചെയ്യുക. യഹൂദ നസാറാക്കളുടെ നിന്ന് അവർ പഠിച്ചിട്ടുണ്ട്. ഇത് മുഹമ്മദ് നബി പറയുന്നത് ആ പഴയ ഞങ്ങളെ വേദത്തിലുള്ളതാണ്. അപ്പം ആ പൂർവ്വവേദങ്ങളിലുള്ളത് അവർക്ക് വന്നിട്ടില്ലേ? വലൗ അന്നാ അഹ്ലക്നാഹും ബിഅദാബിൻ മിൻ ഖബ്ലിഹി, ഇനി വലൗ അന്നാ അഹ്ലക്നാഹും, അവരെ നാം നശിപ്പിക്കുകയായിരുന്നുവെങ്കിൽ, വലൗ അന്നാ അഹ്ലക്നാഹും, അവരെ നാം നശിപ്പിക്കുകയായിരുന്നുവെങ്കിൽ, ബിഅദാബിൻ, ശിക്ഷ കൊണ്ട് അവരെ നാം നശിപ്പിക്കുകയായിരുന്നുവെങ്കിൽ, മിൻ ഖബ്ലിഹി, ഇതിൻ്റെ മുമ്പ് തന്നെ നശിപ്പിക്കുകയായിരുന്നുവെങ്കിൽ, ലഖാലു, അവർ പറയുമായിരുന്നു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലൗലാ അർസൽത ഇലൈന റസൂല, ഞങ്ങളിലേക്ക് എന്തേ നീ ഒരു റസൂലിനെ അയക്കാതിരുന്നത്? റസൂലിനെ അയച്ച് ഇത്ര വ്യക്തമായ തെളിവ് പറഞ്ഞിട്ടൊന്നും റസൂലിനെ അംഗീകരിക്കണില്ല. അതിനൊക്കെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. അള്ളാഹ് അവരോട് പറയാണ്, അങ്ങനെയൊക്കെ റസൂലിനെ അയക്കുന്നതിൻ്റെ മുമ്പ് അവർ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അവരെ നശിപ്പിക്കുകയാണെങ്കിൽ എന്താ പറയുക? റബ്ബനാ ലൗലാ അർസൽത ഇലൈന റസൂല, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിലേക്ക് നീ എന്തേ ഒരു റസൂലിനെ അയക്കാതിരുന്നു? ലൗലാ അർസൽത, നീ അയച്ചിട്ടില്ലല്ലോ, അതെന്താണ്? ഇലൈന, ഞങ്ങളിലേക്ക്, റസൂലൻ, ഒരു റസൂലിനെ, ഫനത്തബിഅ ആയാതിക, അപ്പോൾ ഞങ്ങൾ നിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പിൻപറ്റുമായിരുന്നു എന്നവർ പറയും. എപ്പോഴും ന്യായങ്ങൾ മറുന്യായങ്ങളും കൊണ്ട് അവർ ജീവിക്കുന്നു എന്നല്ലാതെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നില്ല എന്നർത്ഥം. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം അതാണ്. അവൻ പിടിച്ചതും അവൻ പറഞ്ഞതും അവൻ ആദ്യം ചിന്തിച്ചെന്ത്, അത് ന്യായീകരിക്കാനാണ് ആളുകൾ ശ്രമിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് അവന് ചിന്തിക്കണേ ഇല്ല. ചെറിയ ഒരു വഴിയാണ് തെറ്റി ചിന്തിച്ച സംഗതി, ഇതൊന്നും ശരിയല്ല, ഈ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് മുഹമ്മദ് പറഞ്ഞത് തന്നെയാണ് ശരി, നമ്മളെ ഈ ന്യായം ശരിയല്ല എന്ന് അവരാലോചിക്കും. അങ്ങനെ ആലോചിച്ചത് കൊണ്ടാണല്ലോ കുറേ ആ വിശ്വാസികളൊക്കെ പിന്നീട് സഹാബിമാർ, ലക്ഷക്കണക്കിന് സഹാബിമാരുണ്ടായത്. ആകെ വിരലിലെണ്ണാവുന്ന ആളുകൾ എന്നാണ് പോയിട്ട് ലക്ഷങ്ങളുണ്ടായത് അവർ ആലോചിച്ച് മനസ്സിലാക്കിയപ്പോഴാണ്, തിരിച്ച് ചിന്തിപ്പിച്ചപ്പോഴാണ്. അപ്പോൾ അതാണ് അവർ ഈ റസൂല് വരുന്നതിന് മുമ്പ് അവർക്ക് ശിക്ഷ വന്നിരുന്നുവെങ്കിൽ, ലഖാലു റബ്ബനാ അർസൽത ലൗലാ അർസൽത ഇലൈനാ റസൂല, റബ്ബേ, ഞങ്ങളിലേക്ക് നീ എന്തുകൊണ്ട് റസൂലിനെ അയച്ചില്ല എന്നവർ പറയും. ഫനത്തബി ആയാതിക, അപ്പോൾ നമ്മൾ നിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പിൻപറ്റുമായിരുന്നല്ലോ എന്നവർ പറയും. മിൻ ഖബ്ലി അന്നദില്ല, ഞങ്ങൾ നിന്ദ്യരാകുന്നതിന് മുമ്പ്. അതല്ല യുദില്ലു എന്ന് പറഞ്ഞാൽ നിന്ദ്യരായി, വനഹസ, ഞങ്ങൾ വഷളാകുന്നതിൻ്റെ മുമ്പും നിന്ദ്യരാകുന്നതിൻ്റെ മുമ്പും ഞങ്ങൾ ആയത്ത് റസൂലിനെ പിൻപറ്റുമായിരുന്നു എന്നാണ് പോലും പറയാം. റസൂല് വന്നു നോക്കുമ്പോൾ ഫലമാ ജാഅഹും മാ അറഫു കഫറു ബിഹി ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ. അതായത് ഇപ്പോൾ യഹൂദുകളാവട്ടെ നസാറാക്കളാവട്ടെ മുശ്രിക്കീങ്ങളുമായി തർക്കിക്കുമ്പോൾ അവർ ആദ്യമായി പറഞ്ഞിരുന്നത് എന്താ? ഞങ്ങൾക്കൊരു റസൂല് വരാനുണ്ട്. അത് നബി വരുന്നതിൻ്റെ നുബുവത്തിൻ്റെ മുമ്പ് മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന യഹൂദു നസാറാക്കൾ
മുശ്രിക്കീങ്ങളുമായി തർക്കിക്കുമ്പോൾ പറഞ്ഞിരുന്നു എന്താണ്, ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, ആ നബി വന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞിരുന്നു. ആ നബിയെപ്പറ്റി അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ആ നബിയുടെ പുറത്ത് നുബുവത്തിൻ്റെ മുദ്രയുണ്ടാകും എന്നത് വരെ പൂർവ്വവേദങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഫലമ്മ അതാണ് ഈ നബി അവരുടെ അല്ലദീന യരിഫൂനഹു കമാ യരിഫൂന അബ്നാഅഹുന്ന, സ്വന്തം മക്കളെ അറിയേണ്ട മാതിരി മുഹമ്മദ് നബി അവർക്ക് അറിയാം. മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് തന്നെ മക്കളെ അറിയുന്ന മാതിരി മുഹമ്മദ് നബി അവർ മനസ്സിലാക്കിയിരുന്നു പൂർവ്വവേദത്തിൽ നിന്ന്. പക്ഷേ ഫലമാ ജാഅഹും മാ അറഫു, അവർ നേരത്തെ മനസ്സിലാക്കിയ പ്രവാചകൻ വന്നപ്പോൾ കഫറൂ ബിഹി, അവർ അദ്ദേഹത്തെ നിഷേധിച്ചു. അതാണ് അവർക്ക് പറ്റിയത്. മുഹമ്മദ് നബിയെ മുശ്രിക്കീങ്ങൾക്കും അങ്ങനെ അറിയാം. 40 കൊല്ലം അവർക്കിടയിൽ ഒരു തെറ്റുപോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത അൽ അമീനായിട്ട് അറിയുന്ന ആളാണ്. പക്ഷേ അവരുടെ വിശ്വാസത്തെയും ഇതിനെക്കാണ്ട് എതിർത്തപ്പോൾ ഇയാൾ കൊള്ളക്കാരനായി, കള്ളനായി, കളവ് കെട്ടിച്ചമക്കുന്നവനായി, മ്യായാജാലം സിഹിർ ചെയ്യുന്നവനായി അങ്ങനെയൊക്കെ മാറി. അതാണ് കുൽ, പറയുക നബി, കുല്ലും മുതറബ്ബിസുൻ, എല്ലാവരും കാത്തിരിക്കുക തന്നെയാണ്. അതായത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എന്തേ ഉള്ളൂ, കുല്ലുൻ മുതറബ്ബിസുൻ, എല്ലാവരും കാത്തിരിക്കുകയാണ്. അതായത് അവരെന്ത് ചെയ്യുന്നു, അവർ ഈ മുഹമ്മദ് നബി ഇതാണ് മരിച്ചുപോയി കിട്ടിയെങ്കിൽ, ഇയാളെ കാലം കഴിഞ്ഞു പോയി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കണമല്ലോ. ഓൻ സാഹിറാണ്, ഓനാണ്ട് കൊന്ന് ആരെങ്കിലും കൊന്നു കിട്ടിയെങ്കിൽ ഓല് കൊല്ലാൻ ശ്രമിച്ചു, അവസാനം കൊന്നില്ല, എന്നാൽ യുദ്ധത്തിൽ കൊന്നോളും. അതാണ് ഒരു യുദ്ധത്തിൽ നബിക്ക് പരിക്ക് പറ്റിയപ്പോൾ അവരുടെ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മലയുടെ മുകളിൽ കയറി ഖത്തൽത്തു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നു എന്നാണ്ട് വിളിച്ചു പറഞ്ഞു അത്രേ. കാരണം നബിയാണ് മരിച്ചിട്ടിട്ടുള്ള അവരുടെ ആഗ്രഹം. നബി മരിച്ചു കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. അതിന് മറുപടി പറയാണ് കുല്ലും മുത്തറബിസു, നബി പറയും കുല്ലും മുത്തറബിസുൻ, എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്, മരണം കാത്തിരിക്കുന്നുണ്ട്. ഫത്തറബസു, നിങ്ങളും കാത്തിരുന്നോളി, ഞാൻ മരിച്ചു കിട്ടുന്നതോ ഞാൻ നശിച്ചു കിട്ടുന്നതോ നിങ്ങൾ കാത്തിരുന്നോളി. ഇനി നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ശിക്ഷ വരുന്നത് ഞാനും കാത്തിരിക്കാം. ഫസതഅലമൂന, പിന്നീട് നിങ്ങൾക്കറിയും, പിന്നീട് തഅലമൂന നിങ്ങൾക്കറിയും, മൻ അസ്ഹാബു സിറാത്തി സവിയ്യി, അസ്സിറാത്തു സവിയ്യി എന്ന് പറഞ്ഞാൽ അസ്സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗം. സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴിയെന്ന, അസ്സിറാത്തു സവിയ്യി എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വയുള്ള സമനിരപ്പായ മാർഗം എന്ന് പറഞ്ഞാൽ ശരിയായ മാർഗത്തിൻ്റെ ഉടമകൾ ആരാണെന്ന്. മൻ അസ്ഹാബു സിറാത്തി സവിയ്യി, ശരിയായ മാർഗത്തിൻ്റെ അസ്ഹാബ്, അതിൻ്റെ ഉടമകൾ ആരാണെന്ന് പിന്നീട് നിങ്ങൾക്കറിയും. വമൻ ഇഹ്തദ വമനിഹ്തദ, നേർമാർഗത്തിലായവനും ആരാണെന്ന് പിന്നീട് നിങ്ങൾക്കറിയും. നിങ്ങൾ കാത്തിരുന്നോളി, ഞാനും കാത്തിരുന്നോളാം. ഫതറബ്ബസു ഇന്നി മഅക്കും മിനൽ മുതറബ്ബിസീൻ, അത് വേറെ ആയത്തിൽ കാണാം. ഫതറബ്ബസു, നിങ്ങൾ കാത്തിരിക്കുക, ഇന്നി മഅക്കും, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ മിനൽ മുതറബ്ബിസീൻ, കാത്തിരിക്കുന്നുണ്ട്. കാരണം നബി പറയുന്നത് സത്യമാണെന്ന് നബിക്ക് ഉറപ്പാണ്. അവർ നബി നശിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോഴും ഒരു സത്യമേ വിജയിക്കൂ. ഇവരൊക്കെയാണ് നശിച്ചു പോയെങ്കിൽ നമ്മൾ അസത്യത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവർ നശിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ആരെന്തായിരുന്നാലും ഒന്നുകിൽ അള്ളാഹ് നിശ്ചയിച്ച ഒരവധിക്ക് ശിക്ഷ അവർക്ക് കിട്ടും അസത്യവാദികൾക്ക്, അല്ലെങ്കിൽ അവർക്ക് ഖിയാമത്ത് നാളിലെങ്കിലും കിട്ടും. നമുക്ക് കാത്തിരുന്ന് കാണാം. അതാണ് ഫതറബ്ബസ് കുല്ലും മുതറബ്ബിസുൻ ഫതറബ്ബസു ഫസതഅലമൂന മൻ അസ്ഹാബു സിറാത്തി സവിയ്യി വമൻ ഇഹ്തദ, നേരായ വഴിയുടെ ഉടമകൾ ആരാണെന്ന് സതഅലമൂന, പിന്നീട് നിങ്ങൾക്കറിയും. വമൻ ഇഹ്തദ, നേർമാർഗത്തിലായവനും ആരാണെന്നറിയും. അപ്പോൾ ഇതിൽ ഒരുപാട് പാഠങ്ങൾ സൂറത്തു താഹയിൽ കുറേ ചരിത്രം പറഞ്ഞു. പിന്നെ അവിശ്വാസികളുമായിട്ടുള്ള തർക്കങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞു, ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിയും സ്വർഗത്തിലാക്കിയതും പിന്നീട് പിശാച്ച് വന്നതും ആ സൃഷ്ടിയെ അള്ളാഹു തആല ആദരിച്ചുകൊണ്ട് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞതും പിന്നീട് പിശാച്ചിന് ആദം നബി പോലും കീഴ്പ്പെട്ടതും അവിടുന്ന് പുറത്തു പോകേണ്ടി വന്നതും
അങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ പറഞ്ഞു. അവസാനം പറഞ്ഞതെന്താണ്? അതുകൊണ്ട് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അന്ധന്മാരായി ജീവിച്ചാൽ പരലോകത്തും അന്ധന്മാർ തന്നെയായിരിക്കും. അള്ളാഹു നമ്മളെ മറന്നു കളയും. നമ്മൾ അള്ളാഹിനെ മറന്നാൽ അള്ളാഹ് നമ്മളെ മറന്നു കളയും. അതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവരുടെ കൺമുമ്പിൽ തന്നെ പണ്ട് കാലത്ത് ശിക്ഷിച്ച ആളുകളെ അവർ കാണുന്നുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. എന്നിട്ടും ഉൾക്കൊള്ളാതെ ധിക്കാരത്തിൽ തുടരുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ച് നമസ്കരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക. ക്ഷമയോടുകൂടി ജീവിക്കുക. അവരുടെ പരിക്ക് നിങ്ങൾക്ക് പറ്റൂല. രക്ഷപ്പെടാനുള്ള ഒരു പൈത അള്ളാഹു തആല പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മളെ കുട്ടികളോടും കുടുംബങ്ങളോടും അതൊക്കെയാണ് നമുക്കിപ്പോൾ അറിയേണ്ട ഒരു കാര്യം. ഒരുപക്ഷേ ഈ നാട്ടിലുള്ള തോന്നിവാസങ്ങളും അക്രമങ്ങളും പിടിച്ചു നിർത്താനും അവസാനിപ്പിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഉത്ബോധിപ്പിച്ചു കൊടുക്കുക, ഉപദേശിച്ചു കൊടുക്കുക, അതൊക്കെ നമുക്ക് പറ്റുള്ളൂ. അത് നമ്മൾ ചെയ്യുക. നമ്മൾക്ക് പിന്നെ എന്താ ചെയ്യാനുള്ളത്? ഓമുർ റാഹിലൊക്കെ ബിസ്സലാത്തി വസ്തബിറല്ലേ, നമ്മളെ മക്കളെയും കുടുംബങ്ങളെയും നമസ്കരിക്കാനും അതിൽ ക്ഷമിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹ്ക്ക് നമ്മളൊന്നും കൊടുക്കണ്ട. അള്ളാഹ് നമ്മളോടൊന്നും ചോദിക്കുന്നില്ല. അള്ളാഹ് നമുക്കെല്ലാം തരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കേണ്ടതില്ല. ഈ തരത്തിലുള്ള നല്ല ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനാണ് സൂറത്തു താഹ. നിങ്ങൾ ഒന്നുകൂടി താഹ പരിഭാഷ, ഖുർആൻ പരിഭാഷ എടുത്ത് വായിച്ച് താഹ സൂറത്ത് പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടേണ്ട ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് അല്ലാഹു തആല നൽകും. അങ്ങനെ നമ്മൾ ജീവിതത്തെ മാറ്റം വരുത്താൻ ഇത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.